ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും പതിവ് പോലെ ഒരു ഞായറാഴ്ച ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ 10:30 ബസ്സിലല്ല കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഭർത്താവാണെങ്കിൽ മുള്ളേരും ഒരു വാടകയുണ്ട്. അപ്പോൾ എനിക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഇറങ്ങിയാൽ എനിക്ക് അവിടെ നിന്ന് ബസ്സിൽ പോകാമല്ലോ. ഡയറക്റ്റ് കുമ്പളയിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് ഇവരെ രണ്ടാളെയാണ്. എവിടെ പോന്നാലും ഈ രണ്ടാളും ഒക്കെ കീഞ്ഞോളൂ കേട്ടോ. മറ്റു മക്കൾക്ക് അത്ര താല്പര്യമൊന്നും ഇല്ല. താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ബസ് ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. ഈ മക്കളെയും കൊണ്ട് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടുപോകാത്തതാണ്. അങ്ങനെ തന്നെ ഞാൻ ഏകദേശം കുമ്പളയിലേക്ക് എത്തിയിട്ടുണ്ട്. കുമ്പളേക്ക് എത്തിയാൽ പിന്നെ കഴിഞ്ഞില്ല. പിന്നെ എന്തായാലും ഒരു കടയിൽ പോയി അവർക്ക് ലേസും മിഠായി വാങ്ങാതെ പിന്നെ അവർ നടക്കൂല കേട്ടോ. അമ്മാതിരി കളിയാണ് അവരത്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ മിഠായും കുറച്ച് ലൈസും അതുപോലെ തന്നെ സമൂസൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് മഴയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. വരുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറിയിട്ടാണ് ഞാൻ നേരെ പോയത്. ഓട്ടോ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കിച്ചണിലേക്ക് പോയി ഞാൻ ചോറും കറിയൊക്കെ നോക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കി വൃത്തിയാക്കി വെച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉമ്മാക്ക് കുറച്ച് കട്ടൻ ചായയും പിന്നെ സമൂസൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ചൂട് കട്ടൻ ചായയും സമൂസൊക്കെ ഏട്ടത്തിൻ്റെ മോനും ഉണ്ടായിരുന്നു. അങ്ങനെ ഓനിക്കും ഉമ്മാക്കും ഞാനും 2 മക്കളും കുടിച്ചതിന് ശേഷം മക്കളിതാ മുറ്റത്തേക്ക് ഊഞ്ഞാലയിൽ കളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ മറ്റേ മക്കളില്ലാത്തത് കൊണ്ട് ഭയങ്കര വിഷമമാണ് മക്കൾക്ക്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടെൻഷൻ പോലെ, മക്കളില്ലാത്തത് കൊണ്ട്. മക്കളുണ്ടാകുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. അവർ വീട്ടിൽ വന്ന് കൂടെ കളിച്ചും ചിരിച്ചും നടക്കുന്നതാണ്. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും മക്കൾക്ക് എല്ലാവർക്കും ചോറ് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ ചായ കുടിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വൈകിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു, തകർത്ത് പെയ്യുന്നുണ്ട് മഴ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ നമുക്ക് ട്രെയിനിൽ പോകുന്ന കാണാമെന്ന്. അങ്ങനെ അതാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ്. ഇതെന്താണെന്ന് സംഭവം നിങ്ങൾക്ക് അറിയൂല. സംഭവം അതൊരു കോഴിയാണ് കേട്ടോ. ഇത് നാടൻ കോഴിയാണ്. അപ്പോൾ എൻ്റെ അളയമ്മാൻ്റെ മോൻ്റെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നേരെ കുമ്പളയിലേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ ബസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ് പോയത് കൊണ്ട് ഞാൻ പിന്നൊരു ബസ്സിലാണ് പോയത്. അപ്പോൾ ഇത് ഡയറക്റ്റ് പോകുന്ന ബസ്സല്ല. എന്തായാലും നാരമ്പാടിയിൽ ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഓട്ടോയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബസ്സിലിരുന്നപ്പോൾ പിന്നെ ഞാൻ ഒരു കടലൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ ഞങ്ങളെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചിക്കനും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ നല്ല വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.